ഹലോ ഗായ്സ്, ഇൻഷാ ട്രൂത്ത് ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മോഷണം ചെയ്യുന്നവരെ കത്തിച്ച് ഭക്ഷിക്കുന്ന ഗോത്ര സമൂഹമായ കൊറോവായ് ജനതയെക്കുറിച്ചാണ്. ആധുനികതയിൽ നിന്നും സാങ്കേതിക വിദ്യകളിൽ നിന്നും വളരെ അകലെയായി ജീവിക്കുന്നവരാണ് ഗോത്രവർഗക്കാർ. പുരാതന ആചാരങ്ങൾ പിന്തുടരുന്ന ഇവരുടെ രീതികൾ വിചിത്രവും ഭയാനകരവുമാണ്. അത്തരമൊരു ഗോത്രവർഗമാണ് പാപ്പുവ ന്യൂ ഗിനിയയിൽ താമസിക്കുന്ന കൊറോവായ് ഗോത്രം. അമ്പും വില്ലും ഉപയോഗിച്ച് വേട്ടയാടുകയും മരങ്ങളിൽ അന്തിയുറങ്ങുകയും ചെയ്യുന്ന രീതിയുള്ളവരാണ് ഈ ഗോത്രക്കാർ. കുറച്ചു വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന, നിരവധി അന്ധവിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും കാത്തുസൂക്ഷിക്കുന്ന സമൂഹം കൂടിയാണ് കൊറോവായ് ജനത. മോഷണം പോലുള്ള തെറ്റുകൾ ചെയ്യുന്നവരെ ഇവർ കത്തിച്ചു കൊല്ലുകയും പിന്നീട് അവരുടെ മാംസം കഴിക്കുകയും ചെയ്യുന്നു. കേൾക്കുമ്പോൾ വളരെ ഭയാനകമായി തോന്നുമെങ്കിലും ആളുകൾ ഇതവരുടെ സാമൂഹിക നിയമമായി കണക്കാക്കുന്നു. കൊറോവായ് ഗോത്രം വിശ്വസിക്കുന്നത് കാക്കുവ എന്ന ഭൂതം മനുഷ്യരുടെ മനസ്സിനെ കീഴടക്കി അവരെ പ്രേതങ്ങളോ മന്ത്രവാദികളോ ആക്കുന്നു എന്നാണ്. ഈ ഭൂതത്തിന് സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ആയി മാറാൻ കഴിയുമെന്നാണ് ഗോത്രവർഗക്കാരുടെ വിശ്വാസം. അവർ മനുഷ്യ ശരീരത്തിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ഭക്ഷിക്കുന്നു, എന്നാൽ മുടി, നഖം, ലിംഗം എന്നിവ ഒഴിവാക്കുന്നു. ഈ ഭാഗങ്ങൾ അശുദ്ധമാണെന്നും അവ കഴിക്കാൻ പാടില്ലെന്നും ഇവർ വിശ്വസിക്കുന്നു. മാത്രമല്ല 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മനുഷ്യമാംസം കഴിക്കാനും നൽകില്ല. കാരണം മനുഷ്യമാംസം കഴിക്കുന്ന കുട്ടികൾ കാക്കുവയുടെ പിടിയിലകപ്പെടുമെന്നാണ് അവരുടെ വിശ്വാസം. ഒരാൾക്ക് കാക്കുവ ബാധയേറ്റാൽ അയാൾ കൂടുതൽ ആക്രമണകാരിയായി മാറുകയും മുഴുവൻ സമൂഹത്തിനും ദോഷം വരുത്തുകയും ചെയ്യുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. അതിനാൽ ഈ ഭൂതബാധയേറ്റ ആളിനെ പെട്ടെന്ന് തന്നെ കൊന്നുകളയുന്നു. ആരെങ്കിലും രോഗബാധയേറ്റ് മരിച്ചാലും ഈ ഭൂതം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഇവർ കരുതുന്നു. ഈ അന്ധവിശ്വാസം കാരണം ഈ ഗോത്രത്തിലുള്ളവർ സ്വന്തം കുടുംബാംഗങ്ങളെ വരെ ഇങ്ങനെ കൊന്നുകളയുന്നു. പുറം ലോകത്തു നിന്നും ഈ ഗോത്രത്തിലെത്തുന്ന ആളുകൾക്ക് ഈ സമൂഹം മനുഷ്യമാംസം നൽകും. അത് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഗോത്രം അയാളെ അവരുടെ സമൂഹത്തിന്റെ ഭാഗമായി കണക്കാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.